നമ്മൾ ട്രോമേനെയും ഫണ്ണിയാക്കും. അങ്ങനത്തെ കോൺവെർസേഷൻസ് ആണ്. കാരണം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ, ചിരിക്കാനല്ലേ പറ്റൂ, കഴിഞ്ഞല്ലോ, ട്രോമ കഴിഞ്ഞല്ലോ. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് മേ ബി ഇനി എൻ്റെ ചിന്തയാണോ തെറ്റ്. ബിക്കോസ് ദെൻ യു ഹാവ് ടു be very, very honest with you. I've always maintained that I don't want to get married. I've always maintained in all of my interviews. Really? Yeah, I've always said I don't want to get married. And that, I'm not interested. I don't believe in this institution. I'm targeting parents. I want to be parents in the friendly good girl. I want that. ആ സാധനം ആൻഡ് ഇത് അവെയർ ആവുന്നത് ഞാൻ ഇപ്പോഴാണ്. ഇതുവരെ അവെയർ അല്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷൻ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. നമ്മുടെ എല്ലാ ട്രിപ്സും എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു. വേറെ ഒരിടത്തും ട്രിപ്പ് പോയില്ല. വേറെ എവിടെയെങ്കിലും പോയിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ മാത്രം പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി മ്യുണ്ടെയിൻ. അമ്മയുടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള കുറച്ച് റൂൾസും പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ആ സാധനം ഉണ്ടായിരുന്നു. Hello and welcome everybody to our show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐശ്വര്യ ലക്ഷ്മി. ഐഷു. Hey. ഹലോ മമ്മി. ഹലോ ഹലോ മമ്മി. എങ്ങനെയുണ്ട് സ്റ്റെഫി? ഹൗ ഇസ് സ്റ്റെഫി? വണ്ടർഫുൾ ക്യാരക്ടർ ടു പ്ലേ. ആൻഡ് ഞാൻ ആക്ച്വലി ഒരു ഭയങ്കര ഡിഫിക്കൾട്ട് പേഴ്സണൽ ടൈമിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടുന്നത്. ആൻഡ് സെറ്റ് ഭയങ്കര ഫണ്ണായിരുന്നു. ആൾക്കാർ ഭയങ്കര രസമുള്ള ആൾക്കാരായിരുന്നു. ലോട്ട് ഓഫ് യങ് എനർജി. ആൻഡ് ഓൾവേസ് അറ്റ് ഷൂട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളും മറക്കുന്ന ഒരു ആളാണ്. സോ ഐ ഹാഡ് സച്ച് എ ഫാബുലസ് ടൈം ഷൂട്ടിങ് വിത്ത് ദറ്റ് പീപ്പിൾ. സോ ഹലോ മമ്മി ഈസ് ഡിയർ ടു മീ ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. എനിക്ക് എൻ്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് കണ്ണാടിയൊക്കെ വെച്ചൊരു ലുക്കിൽ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാസ് ഇറ്റ് യുവർ സജഷൻ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി? എന്താണ് ഈ കണ്ണാടി ആൻഡ് ഓൾ ദാറ്റ്? നോ അത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഡയറക്ടറും സമീറ ചേച്ചിയാണ് കോസ്റ്റ്യൂം ചെയ്തത്. സമീറ ചേച്ചിയും കൂടിയുള്ള ഒരു അവരുടെ ക്യാരക്ടറിനെ ഫോം ചെയ്തത്. സോ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്. പക്ഷേ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഈ കണ്ണാടി വയ്ക്കാനായിട്ട്. ബിക്കോസ് നമുക്ക് ഇല്ലാത്തൊരു അപ്പൻഡേജ് ആണല്ലോ, നമുക്ക് യൂഷ്വലി ഇല്ലാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ഹീറോസ് ഇങ്ങനെ എടുത്തിട്ട് തുടച്ചിട്ടൊക്കെ സംസാരിക്കും. ഇതൊക്കെ അറിയാണ്ട് വരും. ഒരു സ്റ്റോക്ക് ഇമേജ് മനസ്സിൽ നിന്ന് അറിയാണ്ട് പുറത്ത് വരുമായിരുന്നു. ആൻഡ് നൗ നമ്മളിപ്പോൾ ഒരു പാറ്റ് സോങ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ അവർ പറഞ്ഞു, ഇല്ല ഐശ്വര്യ കണ്ണാടി, ഇതൊരു ഡ്രീം സീക്വൻസ് പോലെയാണ്, കണ്ണാടി ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാമെന്നു. എനിക്ക് പറ്റുന്നില്ല. ഐ കാൺ ഇമാജിൻ സ്റ്റെഫി വിത്തൗട്ട് എ കണ്ണാടിനോ. അത് എനിക്ക് ഭയങ്കര ഐഡന്റിഫിക്കേഷൻ സാധനമായി. What a phenomenal actor. Yes. ഞാൻ കുറേ നാളായിട്ട് ഷറഫിന്റെ പുറകെ നടക്കുകയാണ്. പുട്ടി കിട്ടോണ്ട് ഒന്ന് വിളിച്ച് കൊണ്ടുവരണം. ഞാനും പറയാം. Tell me about Sharaf. What was it like? ഷാർഫൊക്കെ ആക്ച്വലി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഐശ്വര്യയുടെ കൂടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ആക്ടറായിരുന്നു. നമ്മൾ ഷൂട്ടിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചു ഇങ്ങനെ വരത്തനുണ്ടായിരുന്നു. ആക്ച്വലി ആ ഞണ്ടുകളുടെ നാട്ടിലുണ്ടായിരുന്നു, വരത്തനിലുണ്ടായിരുന്നു, ഇപ്പൊ ഇതിലുണ്ട്. സോ ആൻഡ് ഫൈനലി ഇതിലാണ് നമ്മൾ പെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ആക്ടർ ടു വർക്ക് വിത്ത്. പുള്ളി ഇപ്പോൾ ഒരു കോമിക് ടൈമിങ്ങും എല്ലാം ആവശ്യമുള്ള ഒരു ക്യാരക്ടറാണ്. സോ വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ എന്തൊക്കെ കൊണ്ടുവരാം ഈ ക്യാരക്ടറിലേക്ക് അവരുടെ ബ്രെയിൻ സ്റ്റോമിങ്. കാരണം ഇത് എൻ്റെ സോൺ ഓഫ് ആക്ടിങ് അല്ല, എനിക്ക് അറിയാത്ത ഒരു സാധനമാണ്. സോ ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇവരിത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ഇത് ഒരുപാട് ഇടും, ഏത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്ത പോലെ ഒരു സാധനം ഒരുപാട് ഇടും. ഇതിൽ വർക്ക് ചെയ്യുന്നു, ഡയറക്ടറിന് ആവശ്യമുള്ളത് ഡയറക്ടർ എടുക്കും. സെക്കൻഡ് ടേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കട്ട് ചെയ്യാം, അത് യൂസ് ചെയ്തോളൂ ഇങ്ങനെ പറഞ്ഞാൽ. അതായത് ഇൻക്ലൂഡിങ് അവരുടെ ഫിസിക്കാലിറ്റി അവർ യൂസ് ചെയ്യും അഭിനയിക്കാൻ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ മറ്റേ റിയൽ, നമുക്ക് മാക്സിമം ബിഹേവിയറൽ ആയിരിക്കുക, റിയൽ ആയിരിക്കുക, അങ്ങനത്തതല്ല. ദേ ആർ ട്രൈങ് ടു use everything that they have, all the resources that they have, so that the audience finds it funny. ഐഷു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു എംപത്തി, ഒരു കണക്ട് ഉണ്ടാവണം, എംപത്തറ്റിക് കണക്ട് ഉണ്ടാവണം with that character to play the part. You have said it in an interview. Steffi ആയിട്ട് എന്താണ് connect and what was the process of getting into the character like? It is എനിക്കതിലൊരു സീനാണ് ഞാൻ ഡബിങ് സമയത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഫോർ യു അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അബൌട്ട് സ്റ്റെഫീസ് മദർ. ഓക്കെ, ഹലോ മമ്മി എന്ന് പറയുന്നത് സ്റ്റെഫിയുടെ അമ്മയാണ്. സ്റ്റെഫിയുടെ അമ്മയാണ് അതിലെ മമ്മി. അമ്മയുടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള കുറച്ച് റൂൾസും പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ആ സാധനം ഉണ്ടായിരുന്നു. ദെൻ ദ ബോണ്ട് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഡോട്ടർ ഓൾസോ.
I felt like Kadum, I have multiple issues with my mother, but there is also a love that I cannot explain. My mother is the most important person in the world for me at every phase in life. In spite of wanting to sometimes like കയ്യിൽ കിട്ടിയാലുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കും, but still she's the most important person for me. I love her. അതും it's also a reason for selecting Steffi. ഗ്രോയിങ് അപ്പ് എനിക്കറിയാം ഐഷുവിൻ്റെ പേരൻസ് വളരെ ഒരു എന്താ പറയുക വളരെ കോൺസർവേറ്റീവ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ വളരെയധികം ഒറ്റമോളാണ്, ഒത്തിരി ശ്രദ്ധിച്ച് വളർത്തിയതാണ്. ആൻഡ് യു ഹാഡ് വെരി വെരി സ്ട്രിക്റ്റ് റൂൾസ് ടു അബൈഡ് ബൈ. ഈ ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറയുന്നത് അത് എത്രത്തോളം ഡീപ്ലി എംബെഡഡ് ആണ് ഐഷുവിൽ, ആൻഡ് ഹൗ ഡിഡ് യു മാനേജ് ടു പ്രോബബ്ലി സ്ട്രഗിൾ ആൻഡ് ബ്രേക്ക് ഫ്രീ ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഹൗ ഡു യു മാനുവർ ത്രൂ ദിസ് ആ ഒരു പ്രഷർ ഓഫ് ബീങ് എ ഗുഡ് ഗേൾ? അതെവിടെയൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? ഐ എം സ്പീക്കിംഗ് ഫോർ ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ ഹു ഹാവ് ഗോൺ ത്രൂ എ സിമിലർ ജേർണി, പാർട്ട്ലി മീ ഓൾസോ. തന്നെ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റൻ ഇല്ലേ, ഹൗ ഡു യു സെലക്ട് ഫിലിംസ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എംപതൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ. I recently realized that I gravitate towards films through which I can either speak with my parents or is it a dialogue that I want them to understand. Archana 31 not out. ഞാനൊരു entire cinema ചെയ്തു എൻ്റെ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാവാത്തോണ്ട്. And then Hello Mummy also in a way. So and then I realized something. I was gravitating towards a different section in the audience. നമ്മുടെ target audience എന്ന് പറയില്ലേ. Somehow I'm targeting parents. I want to be പേരൻസിൻ്റെ ഫ്രണ്ടിലെ ഗുഡ് ഗേൾ. ഐ വാണ്ട് ദാറ്റ്, ആ സാധനം. ആൻഡ് ഇത് അവെയർ ആവുന്നത് ഞാൻ ഇപ്പോഴാണ്. ഇതുവരെ അവെയർ അല്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷൻ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. സോ ഐ ബീൻ ടേക്കിംഗ് തെറപ്പി ഫോർ 2 years now, ആൻഡ് ദെൻ ഐ എം മോർ അവെയർ ഓഫ് വാട്ട് ഐ ഡു, ദ ഡിസിഷൻസ് ഐ ടേക്ക്. അപ്പം ഞാൻ ഒരു ദിവസം ഹലോ മമ്മിയുടെ ഡബ്ബിങ്ങിലാണ് ഐ ടുക്ക് എ വീഡിയോ ടു സെൻഡ് ടു മൈ ഫാദർ. ഒരു ഭയങ്കര ഇൻറ്റൻസ് ഒരു സീൻ ഡബ് ചെയ്തതിന് ശേഷം I felt happy about the dubbing. So they were watching and then അപ്പം ഞാൻ തിരിഞ്ഞിട്ട് ഞാൻ സീനിൻ്റെ വീഡിയോ എടുത്തു. And then I turned and said, I was sending it to my father. I said, this is for you എന്ന് പറഞ്ഞിട്ടൊരു സാധനം അയച്ചു. അച്ഛനത് മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് that same particular scene or the things that I said is for you എന്നുള്ള സാധനം ഞാൻ പറഞ്ഞിട്ടയക്കാം അച്ഛനും അമ്മയ്ക്കും എന്നുള്ള രീതിയിൽ. That's when it hit me that I am gravitating towards things that has parents or that I want to tell to my parents or I want parents in general to understand. ആ ഒരു ഗുഡ് ഗേൾ സാധനത്തിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. When did you actually നമ്മൾ as far as I understand എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു where I was constantly trying to impress my parents as well. അപ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യാൻ നോക്കും. You know, when you know that okay this is not serving me. ആ ഒരു പോയിന്റ് എവിടെയാണ് ഐഷുവിന്? I think through therapy and I'm still getting there. I'm still getting there. I still want my parents to approve things that I do, അല്ലെങ്കിൽ my choices in life. എന്നുവെച്ചാൽ അത് cinema was not a point where you broke free ആ ഒരു expectation. That was a passion that drove me forward. It was not ഞാൻ അത് അവരെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കയറി അതിൽ വേറൊരാളും ഒന്നും പറയാനുള്ള സ്പേസ് ഇല്ല. അത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എനർജി. ലൈക്ക് ഇഫ് സംബഡി ആസ്ക് യു ടു സ്റ്റോപ്പ് ഡൂയിങ് ദിസ് വിൽ യു ബി ഏബിൾ ടു? നോ, അതിൽ അവരുടെ അപ്രൂവൽ മാറ്റർ അല്ല. എനിക്ക് അപ്രൂവൽ മാറ്റർ ആവുന്ന മേ ബി സ്മോൾ തിങ്സ്, ഹൗ ഐ കണ്ടക്ട് മൈ ലൈഫ് ഓർ ദ പീപ്പിൾ ഐ എം ഫ്രണ്ട്സ് വിത്ത്, അങ്ങനെയുള്ള സാധനങ്ങളിലാണ് എനിക്ക് അപ്രൂവൽ മാറ്റർ. ഇതൊന്നും ഇതിൽ അവർക്ക് സേ ഇല്ല. That I've understood. That is a different energy and thing altogether. Maybe I do want their approval in the films I'm doing. Maybe. My God. Aishu, you are a Maniratnam heroine. You worked in both parts. I want his approval also. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ സിനിമ ചെയ്യണു. ലൈക്ക് സിനിമ സെലക്ട് ചെയ്യുന്നതും സിനിമ ഏത് ചെയ്യണം എന്നുള്ള അവിടെയൊക്കെ ഇതിങ്ങനെ വരുവാണെങ്കിൽ that is how deep rooted it is. നമുക്ക് മനസ്സിലാവില്ല. it will just show up in places that you least expect. Oh my God. അല്ല ഐഷു, എന്തെങ്കിലും തീരുമാനം അങ്ങനെ എടുത്തിട്ടുണ്ടോ പേരന്റൽ ഇൻഫ്ലുവൻസിൽ? വലിയ എനിക്ക് ആഗ്രഹം ഇല്ലാത്ത കാര്യം ഞാൻ പോയി ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. കാരണം പല പെൺകുട്ടികളും ഇതിപ്പോൾ പറയുമ്പോൾ ഇതൊരു
ഇറ്റ്സ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ. പല പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ആൺകുട്ടികളെക്കാളും കൂടുതലും ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതിനപ്പുറം പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നതാണ് ഈ പേരൻസിന്റെ കൺട്രോളും ഡോമിനേഷനും ഓവർ ദ ഗേൾ ചിൽഡ്രൻ. മൈക്രോ മാനേജിങ് ഫോർ എവറി സിംഗിൾ തിങ് മൈ മദർ വുഡ് ലൈക്ക് ടു കൺട്രോൾ. ബട്ട് സോറി, പ്ലീസ് കംപ്ലീറ്റ്. അപ്പം അങ്ങനെ ആ ഒരു ഏതെങ്കിലും ഒരു ഡെസിഷൻ വേർ യു റിയലൈസ് ദാറ്റ് ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തീരെ ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഒരു ഡെസിഷൻ എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? ഓർ യു ടുക്ക് എ ഡെസിഷൻ സ്വന്തം ആഗ്രഹ പ്രകാരമല്ല, അച്ഛനും അമ്മയെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രം അങ്ങനെ എടുത്തിരിക്കുന്ന ഡെസിഷൻസ് ഏതെങ്കിലും ഉണ്ടോ? വിച്ച് യു ക്യാൻ ഷെയർ. ഇൻ സ്പൈറ്റ് ഓഫ് നോട്ട് ഹാവിങ് ദെയർ അപ്രൂവൽ ഞാൻ കണ്ടിന്യൂ ചെയ്തതാണ്. whenever my interests are more, which is cinema, or maybe, my god, my friends are not going to like this, but they don't approve of half of my friends, and I think they are the best human beings. അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് വെക്കാറുള്ളൂ. they don't approve of my friends usually. I don't know, I think that's a sort of controlling thing. എനിക്ക് നിൻ്റെ ചോയ്സ് ഇഷ്ടമല്ല, I feel like that is a reflection on me. They're not telling അവര് നല്ലതല്ല, they are saying ഞാൻ നല്ലതല്ല, you know, they're trying to, and then I have to work towards the approval. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മളത് കളയും എന്നാണ് അവരുടെ വിചാരം. But no, say I'm grown enough, I'm adult enough to understand അത് ഞാൻ കളയേണ്ട ആവശ്യമില്ല. My friendships serve me. See, there was one thing, ഇപ്പം ഞാൻ always imagine a slide പോയി പായൽ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, friendships are something that I loved it. I'm sure you also loved it. So നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാം ലേബിൾഡ് ആണ്. എവറി റിലേഷൻഷിപ്പ്, ഓൾ ദ ഡൈനമിക്സ്, ഇങ്ങനെ ആയിരിക്കണം അച്ഛൻ, ഇങ്ങനെ ആയിരിക്കണം അമ്മ, ഇങ്ങനെ ആയിരിക്കണം ഹസ്ബൻഡ്, ഇതാണ് നിങ്ങളുടെ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡ്യൂട്ടീസ്. ഈ ഒരു ബോക്സിനകത്ത് എല്ലാവരെയും ഇടും. ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഇസ് വൺ തിങ്, താങ്ക് ഗോഡ് വി ഹാവ് നോട്ട് compartmentalized. Maybe the one thing is that you stand by each other in hardships എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. ബട്ട് ദ ഡൈനമിക്സ് ബിറ്റ്വീൻ യു ടു, യു ഗെറ്റ് ടു ഡിസൈഡ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്രീഡം. ആൻഡ് പായൽ വാസ് സേയിങ് അവരുടെ എല്ലാ സിനിമകളിലും അത് കാരണം ഫ്രണ്ട്ഷിപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഐ ലവ് ഡിഡ് വാട്ട് ഷീ സെഡ്. ആൻഡ് I do genuinely believe that I have conducted my life in a sense that my friends are people that I respect and I adore, and they do give ഒരു material, I cannot quantify what they give me. It is just a sense of when I'm with them, I feel calmer. I don't feel like I should pretend. It's a lot of things, no, with friends. You can be yourself. You're not being judged with your friends. So അത് ഞാൻ അവരെ അതിൽ കൺട്രോൾ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. The other thing that I've let them control is, see, when we approach a particular age, so I started cinema at 26, 27, which is pretty matured. Yeah. I had my advantages for it. Like, you cannot fool me. I'm a very good people reader. So I was naive at one point, but I had my advantages. Like, I could say no. When I had to say no, I was very easily I can say no. Like, if I don't have dates, I will say, അവരെന്ത് വിചാരിക്കുന്നൊന്നും പറയില്ല. I will put it across in a very respectful manner, but I will say എനിക്ക് ഡേറ്റ്സ് ഇല്ല എന്നുള്ളത് പറയാൻ എനിക്കറിയാം. എനിക്കൊരു കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് പറയാനറിയാം. I will not worry ഞാനിതെങ്ങനെ പറയണം, അങ്ങനെയില്ല. I'll have my own thinking process and I'll decide what to do. I'm not scared of it. But the other thing that happened is that it is to start off with, usually heroines എന്ന് പറഞ്ഞാൽ younger age ഗ്രൂപ്പിൽ വരുന്നത്. അതെ, and then 19 തുടങ്ങുന്ന ആൾക്കാരാണ്. So when I started itself, I am in the age category that is ഹീറോയിൻസിന്റെ ഷെൽഫ് ലൈഫ് കഴിഞ്ഞു എന്ന് പറയുന്ന ഏജിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. And then I approached 30, like 4 years later, I was going to approach 30, then the panic set in. Because my father and mother, mostly my mother, kept saying, Kalyana aayitilla, 30 ആവാറായി, Kalyana aayitilla. And then I was like, and then എല്ലാ ഫോൺ കോളിലും, that is a problem I feel. Like, this was a major thread. Yeah, in everything, in every conversation, if I go home, it is so pathetic and it is hectic. It becomes അങ്ങനെ ആ ഒരു mental chaos ആണ്. So then I started thinking, maybe ഇനി എൻ്റെ ചിന്തയാണോ തെറ്റ്? Because then you have to be very, very honest with you. I've always maintained that I don't want to get married. I've always maintained in all of my interviews. Really? Yeah, I've always said I don't want to get married and that I'm not interested. I don't believe in this institution. And this is not a random thing. ഞാൻ
ആലോചിച്ചെടുത്ത് ആണ്. തീരുമാനമാണ്. എൻ്റെ 8ാമത്തെ വയസ്സിലോ 10ാമത്തെ വയസ്സിലോ ഈവൻ എൻ്റെ 25ാമത്തെ വയസ്സിലോ 26ാമത്തെ വയസ്സിലോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈക്ക് ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടണം, എനിക്ക് ആ തുളസിമാല വേണം. ഐ ഓൾവേസ് ഹാഡ് ദിസ് വിഷൻ. ദിസ് വാസ് പുട്ട് ഇൻ ടു മൈ ഹെഡ് ബിക്കോസ് മൈ മദർ യൂസ് ടു ബി എ ഗുരുവായൂർ ടെമ്പിൾ ഡിവോട്ടി. നമ്മുടെ എല്ലാ ട്രിപ്സും എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു. വേറെ ഒരിടത്തും ട്രിപ്പ് പോകില്ല, വേറെ എവിടെയെങ്കിലും പോയിട്ടാണ് എനിക്ക് കുഴപ്പമില്ല. ഇവിടെ മാത്രം പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി മ്യുണ്ടെയിൻ, നോ ലൈക്ക് ദൈവത്തിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. It became very I don't know how to put it. As a child I was very upset that there was nothing else. There's no entertainment. It was always for a purpose. അങ്ങനെ ആ ഒരു സാധനമായിരുന്നു. ബട്ട് അവിടെ നിന്നാണ് ഈ ഇമേജ് മനസ്സിൽ വന്നത്. അവിടെ കണ്ട കല്യാണങ്ങളും അതൊക്കെ. സോ ദിസ് വാസ് എ തിങ് I wanted to attain, അവിടുത്തെ കല്യാണം. And then you grow up, you think, you see marriages around you. You see that people are not happy. Everybody that I've like I'm 34 now. In all years of my life, I've seen one family, one like post 70 couple who is actually happy, like who is still in love with each other. I don't know how they did it, but that's a and that's not a Malayali family that I know. അവർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി എവ്രിബഡി ഇറ്റ്സ് കോംപ്രമൈസ് ആൻഡ് ഡിഫിക്കൽട്ടി. പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഗ്രോത്ത് ഇല്ല. ഇൻ ദ സെൻസ് ആസ് എ പേഴ്സൺ ഒരാൾ സബ്സർവിയന്റ് ആയി സാക്രിഫൈസ് ചെയ്താലേ അത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. ഡിപെൻഡൻസി സാധനമാണ്. ആൻഡ് എനിക്ക് ബോധവും ബുദ്ധിയും വന്നപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ദിസ് ഇസ് നോട്ട് സംതിങ് ഐ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ഇസ് എ വെരി ലോങ് ആൻസർ ഐ ഗോട്ട്. കമ്മിങ് ബാക്ക് ടു വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ, at one age post 30 for I think some 2.5 years I thought I wanted to get married. I wanted to find a relationship where I could have, okay, this is my partner, he is going to get married to me, I want to have children, and this is not something I wanted. I started thinking in that direction because this was my every conversation. ഇതാണ് മനസ്സിൽ ഫീഡ് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് മാട്രിമോണിയിൽ ഞാൻ സ്വന്തം കാശൊക്കെ ഇട്ടിട്ട് ഞാൻ അമ്മടുത്ത് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഐ വാസ് ഇൻ മാട്രിമോണി. താങ്ക് ഗോഡ് പീപ്പിൾ ഫേക്ക് പ്രൊഫൈലാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ യു ഓൾസോ അട്രാക്ട് ദ റോങ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലേ? കാരണം അതൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ പേഴ്സൺ അല്ല, ഇതൊരു കോഷനിലൂടെ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് വിച്ച് ഇസ് നോട്ട് from inside. Yeah, but I think I won't want to look into that. But I still feel like I learned from experiences. I still feel like every experience I've been through, I've come out the winner. Relationship in the I have decided what or when my exit would be, and I have decided that this is not serving me right now. Whatever I went through, I have come out on the other side gaining something, gaining an understanding. ഇതൊരു അതിശയമാണ് ഐഷു. കാരണം ഒരു ട്രോമാറ്റിക് റിലേഷൻഷിപ്പ് കുട്ടിക്കാലം മുതൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അത് കണ്ട് ശീലിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ വീട്ടിൽ വേറെ ഹാപ്പി സിറ്റുവേഷൻ. അത് കാണുന്ന ഒരാൾക്ക് ടോളറൻസ് ലിമിറ്റ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഒരാൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്താൽ പോലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് അത് എക്സിറ്റ് ചെയ്യുക അതും എളുപ്പമല്ല ഐഷു. 2 years of therapy. സെൽഫ് അവയർനെസ് വഴിയേ അത് പറ്റുള്ളൂ. See, I'm not saying I'm a brilliant person to be with. I have my own flaws. I have my own abandonment issues and എന്താ പറയാ, I have my own things I need to figure out. But I am willing to figure out. I am willing to take an effort. I want to know what is wrong with me and I want to change it in a way that, not change it. I want to grow from there. I want to understand what the troubles are, and I think that is very important in a person, as a person. So I comment myself like, kollam adipoliyana, aa oru kazhuvundallo ennallathu. Rest everything is manageable, I feel, if you have this. ഈ ഒരു ചെറിയ കുട്ടി എത്ര വളർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ സഡൻലി ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഇടയ്ക്ക് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഫോട്ടോ കാണിക്കാം സൈഡിൽ, ഫോട്ടോ ഞാൻ ഇട്ട് തരാം വീഡിയോയിൽ.
ഇത് ഐഷുവിൻ്റെ കുട്ടിക്കാലത്ത് ഐഷുവിൻ്റെ ഡ്രസ്സായിരുന്നു. ഇതല്ല ഓഫ് കോഴ്സ് ഒരു ചെറിയ ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സ് റീക്രിയേറ്റ് ചെയ്തതാണ് ഐഷു ഫോർ ദ ലിറ്റിൽ ഗേൾ. ആൻഡ് ഞാൻ ആലോചിക്കായിരുന്നു എത്ര ഡിസ്റ്റോർട്ടഡ് ആണ് വേൾഡ് വ്യൂ. യു ഓൾവേസ് കെയിം അക്രോസ്. എനിക്കൊന്നും അതൊരു മാസ്ക് ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ഭയങ്കര ബബ്ലി ആയിട്ട് ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ആളാണ്. യു ആർ ലൈക്ക് ദാറ്റ് ഇൻ ദാറ്റ് സ്പേസ് ആസ് വെൽ. പക്ഷെ ഇത്രയും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്ന് ഇവിടെ വരെ എത്തിയ ഒരാളാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ലൈക്ക് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എല്ലാ പ്രിവിലേജോടെ എല്ലാ സന്തോഷങ്ങളിലൂടെ വളർന്ന് വന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നത്തുള്ളായിരുന്നു ഐഷു. ബീങ് എ ഡോക്ടർ അല്ലേ? യു പ്രിറ്റി മച്ച് ഗെയിൻഡ് എവറിഥിങ്. I look privileged. Somebody told me very recently എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ NRI kid ആണെന്ന് വിചാരിച്ചു. I give off that. Why? Am I snooty? Like, because, sorry, I shouldn't say that. But generally people think of NRI പുറത്ത് വളർന്ന കുട്ടികൾ are very snooty എന്ന് വിചാരിക്കും. But maybe not a mask. Maybe that I was not aware. Maybe I was trying to attain a sense of happiness or extra happiness, or I am generally like that, but there is also this. You can't like idu maatrana ennu parayan pattillalo. There's also this, but I became aware of it. I became adayithu inner conflicts ഒരുപാട് ഉണ്ട് as a child. I've heard a lot of people talk, so I cannot quantify ചെയ്താൽ it is small, but as a person, as a child, to go through certain things was difficult. Yeah, but therapy is the one that has opened my eyes and is making me aware. And I really think that awareness is the key. Once you are aware of why you are doing what you are doing, then you can change patterns, no? Then നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. We decide differently. ഇന്നും കേരളത്തിൽ നമ്മൾ തെറപ്പിന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ തെറപ്പിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് എവിടെയാണെങ്കിലും പോകുന്നതിന് ഒരു സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആണ്. ആൻഡ് ആസ് എൻ ആക്ടർ പലതരത്തിലുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ബിക്കംസ് എ പ്രയോറിറ്റി. അപ്പോൾ അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്? നീ ഒരു ആക്ട്രസ് ആണ്, നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആക്ടർ എന്നുള്ള തോന്നലായിരിക്കും ചിലർക്ക്. അപ്പം നീ അത് ചെയ്താൽ അവർക്കൊരു സന്തോഷം കിട്ടും. ബട്ട് ദാറ്റ് ഇസ് എ നൈസ് തിങ് ടു ഡു. ഇറ്റ് ഈസ് എ നൈസ് തിങ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇൻ എ ഗുഡ് സ്പേസ്, ഇഫ് ഐ എം ഇൻ മൈ മെൻ്റലി ഗുഡ് സ്പേസ്, ഐ വിൽ ഡു ഇറ്റ്. But if I am not in my good space, if I am going through something, and if I want to say no at this time point, I don't want somebody to break my boundaries, I will not. Recipe അറിയാണ്ട് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്നതും റെസിപ്പി അറിഞ്ഞിട്ട് നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പം എൻ്റെ ആക്ടിങ്ങിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം. ഇപ്പോൾ കിങ് ഓഫ് കൊത്തയിൽ ഒരുപാട് ട്രോളിങ് ഉണ്ടായിരുന്നു, സെയിങ് ബാഡ് ആക്ടിങ് വാട്ട് എവർ. സോ ഐ ക്യാൻ ഓൺലി ആക്ട് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റ് ദാറ്റ് ഇസ് ഗിവൻ ഓർ ദ ഡിറക്ഷൻസ് ദാറ്റ് ഇസ് ഗിവൻ. ഐ എം നോട്ട് സെയിങ് സംബഡി ഡിറക്റ്റഡ് മീ ബാഡ്ലി. നോ, ഐ എം സെയിങ് ആ സിനിമയിലും ആ കാലഘട്ടത്തിലും രാജു ഏട്ടാന്നായിരുന്നു വിളിക്കേണ്ടത്. ഐ ഹാഡ് ആസ്ക്ഡ് രാജു എന്ന് വിളിക്കട്ടെ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് coming organically, it's not എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. And then they say ഒരു വലിയൊരു ഗുണനെയാണ് നമ്മൾ കാണിക്കുന്നത്, അപ്പോൾ then you have to call him that way. I got trolled for that for the longest time, but is it my mistake? No. Is it their mistake? No.